സ്വപ്നം കാണുന്നുണ്ടായിരുന്നു. ആ സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്ന് നടക്കുന്നത്. ഏറെ സന്തോഷത്തിലാണ് മുഴുവൻ ജനങ്ങളും. ഈ എൻ ഡിയുടെ പ്രകടന പത്രിക ആദ്യഘട്ടത്തിൽ ഇറക്കിയപ്പോൾ തന്നെ വലിയ വിമർശനവുമായി ഇടത് വലത് രാഷ്ട്രീയ കക്ഷികൾ വന്നിരുന്നു. അതൊന്നും നടപ്പാക്കാൻ സാധിക്കില്ല തുടങ്ങിയ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ചരിത്ര വിജയം, ഇടത് കോട്ടകളിൽ പോലും ചരിത്ര വിജയം നേടാൻ BJPക്ക് കഴിഞ്ഞു എന്നത് തന്നെയാണ്. അപ്പോൾ ഇനി മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതികൾ അല്ലെങ്കിൽ എത്തരത്തിലായിരിക്കും അനന്തപുരി വികസിതമാവുക എന്നത് തന്നെയാണ് നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ടാവില്ലേ? തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖർജി ഒരു വികസിത അനന്തപുരി സ്വപ്നം കണ്ടിട്ടുണ്ട്. ആ സ്വപ്ന സാക്ഷാത്കാരമാണ് നമ്മുടെ പ്രകടന പത്രികയിൽ വന്നിട്ടുള്ളത്. ആ പ്രകടന പത്രികയിൽ വന്നിട്ടുള്ള അക്ഷരാർത്ഥത്തിൽ കേന്ദ്ര സഹായത്തോടുകൂടി തിരുവനന്തപുരം നിവാസികൾക്ക് ആ പദ്ധതി ഘട്ടം ഘട്ടമായി നടപ്പാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് പൂർണ്ണമായും അനന്തപുരിക്ക് സമ്മാനിക്കും. അനന്തപുരി നിവാസികൾ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തി എന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ പോലും നിരാശപ്പെടേണ്ടതായിട്ട് വരില്ല. രാജീവേട്ടൻ്റേതായിട്ടുള്ള പൂർണ്ണ നിയന്ത്രണത്തിൽ ഈ പാർട്ടി മുന്നോട്ട് പോകും. തീർച്ചയായും എന്തായാലും വലിയ സന്തോഷത്തിലാണ് കൗൺസിലേഴ്സ് എന്ന് പറയുന്നത്. നല്ല സാരിയൊക്കെ ഇവിടുത്തെ നല്ല അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ടാണല്ലോ നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഒരു സ്വപ്ന നിമിഷത്തിലേക്ക് പോവുകയാണ്. BJP അധികാരത്തിൽ വരുന്നു അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത്? എല്ലാ നല്ല കാര്യങ്ങളും നമ്മൾ ചെയ്യും. ഇതുവരെ കാണാത്തതിനേക്കാളും വികസിത കേരളം എന്ന ലക്ഷ്യം വികസിത തിരുവനന്തപുരത്തിലൂടെ നമ്മൾ സാക്ഷാത്കരിക്കും. വലിയ സന്തോഷത്തിലാണല്ലേ ചേച്ചി? ഒരുപാട് സന്തോഷമുണ്ട്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അനന്തപുരി കൊണ്ടുവരണം. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. സന്തോഷം. വീട്ടിൽ നിന്ന് എല്ലാവരും ചടങ്ങ് കാണാനൊക്കെ എത്തിയിട്ടുണ്ടോ? വീട്ടിൽ പ്രവർത്തകരെല്ലാവരും എത്തിയിട്ടുണ്ട്. ഇതൊരു സ്വപ്ന സാക്ഷാത്കാരമാണ്. അതായത് BJP അധികാരത്തിൽ വരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രവർത്തകരുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നിരവധി ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ ഇത് കാണാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ചരിത്ര നിമിഷമാണ്. വരാൻ പറ്റാത്തവർ TV-യിൽ നിന്ന് പോലും ഇത് വീക്ഷിക്കുന്നു, അവർ സന്തോഷിക്കുന്നു എന്നുള്ളതല്ലേ? തീർച്ചയായിട്ടും അനന്തപുരിയെ സംബന്ധിച്ച്, തിരുവനന്തപുരത്തെ സംബന്ധിച്ച് വലിയൊരു സ്വപ്ന സാൽക്കാരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചേച്ചി, അപ്പോൾ ചടങ്ങ് ഉടനെ ആരംഭിക്കുകയാണ്. എന്താണ് തോന്നുന്നത്? വളരെ സന്തോഷം. ഒരുപാട് നാളത്തെ ഒരു കാര്യമാണല്ലോ ഇന്ന് നടക്കാൻ പോകുന്നത്. ഒരുപാട് സന്തോഷം. നല്ല രീതിയിൽ നല്ലൊരു ഭരണം തന്നെ കാഴ്ചവെക്കും. സൂചിപ്പിച്ചതുപോലെ തന്നെ കൗൺസിലർമാർ ഒക്കെ തന്നെയും തയ്യാറായി കഴിഞ്ഞു എന്നത് തന്നെയാണ് രോഹിണി ഏറ്റവും എടുത്തു പറയേണ്ടത്. വലിയ സന്തോഷത്തിലാണ് ഇവർ. പ്രധാനമായും ഏറ്റവും എടുത്തു പറയേണ്ടത് അവർ ഒരുപാട് സ്വപ്നങ്ങളുമായി ഇത്തരത്തിൽ ഈ ചടങ്ങിലേക്ക് കടക്കുന്നത് എന്ന് തന്നെയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ദിസ്നയിലേക്കും വിനീഷിലേക്കും എത്താം. ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാർ പാളയം രക്തസാക്ഷി മണ്ഡപത്തിനരികെ എത്തിച്ചേർന്നിരിക്കുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ കൂടി എത്തുന്നതോടെ പുഷ്പാർച്ചനയുണ്ടാകും. തുടർന്ന് പദയാത്രയായിട്ടായിരിക്കും നഗരസഭയിലേക്ക് നീങ്ങുക. നമുക്കതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കും വിവരങ്ങളിലേക്കും ഒക്കെ എത്തണം. ഇപ്പോൾ